ശാസ്ത്രത്തിൽ നാലാലത്ത് മദ്ഹബ് സ്വീകരിക്കൽ നിർബന്ധമാണോ എന്നാണ് ചോദിക്കുന്നത്. എന്തായാലും കർമ്മശാസ്ത്ര വിഷയങ്ങൾ നമ്മൾ ഫോളോ ചെയ്യുന്ന സമയത്ത് മദ്ഹബിൽ വന്നതുപോലെ ചെയ്യാവൂ, അത് ഏതെങ്കിലും ഒരു മദ്ഹബ് തിരഞ്ഞെടുക്കണം എന്നുള്ള വാദം സഹോദരങ്ങളെ അത് പിൽക്കാലത്തുണ്ടായ കാര്യം മാത്രമാണ്. ഈ മദ്ഹബുകളിലേക്ക് ചേർത്തി പറയുന്ന അഇമ്മത്തുകൾ ഒരാളും അത് പഠിപ്പിച്ചു തന്നിട്ടില്ല. നിങ്ങൾ എൻ്റെ മദ്ഹബ് സ്വീകരിക്കണമെന്നോ ആരും പറഞ്ഞിട്ടില്ല. മറിച്ച് തിരിച്ചാണ് അവർ പറഞ്ഞത് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ ആരും എന്നെ തക്ലീദ് ചെയ്യേണ്ടതില്ല എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ സാധിക്കും. മാത്രമല്ല അവരവരുടെ അഭിപ്രായം പറഞ്ഞതിന് ശേഷം അവർ പറഞ്ഞു, നിങ്ങൾ സ്വഹീഹായ ഹദീസ് കാണുകയാണെങ്കിൽ മനസ്സിലാക്കുക അതാണ് എൻ്റെ മദ്ഹബ്. സംഭവം ഷാഫി ഇമാം പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. എന്ത് ഇദാ സഹൽ ഹദീസു ഫഹുവ മദ്ഹബി, സഹീഹായ ഹദീസ് കണ്ടാൽ അതാണ് എൻ്റെ മദ്ഹബ്. പക്ഷേ ഷാഫി ഇമാം ആരോടാണ് ഇത് പറഞ്ഞത് എന്നതെങ്കിലും ഒന്ന് മനസ്സിലാക്കണ്ടേ. ഷാഫിഈ മദ്ഹബിലെ രണ്ടാം ഷാഫിഈ എന്നറിയപ്പെടുന്ന മഹാനായ ഇമാമുൻ നവവി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഷർഹുൽ മുഹദ്ദബിൽ ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഷാഫിഈ ഇമാം ഈ വിഷയം പറഞ്ഞിട്ടുള്ളത് ഷാഫിഈ മദ്ഹബിൽ ഇജ്തിഹാദിന് കഴിവുള്ള വലിയ പണ്ഡിതന്മാരോടാണ്. അവർക്ക് തന്നെ പല നിബന്ധനകളുമുണ്ട്. ഷാഫി ഇമാം ഈ ഹദീസ് കണ്ടിട്ടില്ലെന്നോ അല്ലെങ്കിൽ ഈ ഹദീസ് സ്വഹീഹാണെന്നുള്ള വിഷയം ഷാഫി ഇമാമിന് അറിവില്ലായിരുന്നെന്നോ ഇവർക്ക് ബോധ്യമാവണം. അങ്ങനെ ബോധ്യമാവണമെങ്കിലോ ഷാഫി ഇമാമിൻ്റെയും അവിടുത്തെ ശിഷ്യന്മാരുടെയും മദ്ഹബിലുള്ള മുഴുവൻ കിതാബുകളിലും ഗഹനമായി പഠനം നടത്തിയ ആളുമാവണം. കാരണം ഷാഫിഈ ഇമാം തന്നെ പല സ്വഹീഹായ ഹദീസുകൾ കണ്ടിട്ടും ആ ഹദീസുകളുടെ പശ്ചാത്തലം മനസ്സിലാക്കിക്കൊണ്ടും ആ ഹദീസുകൾ നസ്ഖ് ചെയ്യപ്പെട്ട കാരണം കൊണ്ടും അതുകൊണ്ട് അമല് ചെയ്യുന്നത് തന്നെ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഹദീസുകളുടെ ആശയങ്ങളും പശ്ചാത്തലങ്ങളും മനസ്സിലാക്കാതെ കേവല ഗൂഗിൾ ട്രാൻസ്ലേഷൻ കൊണ്ട് ജീവിക്കുന്ന ഈ പണ്ഡിതന്മാർ എങ്ങനെയാണ് ഈ ഹദീസുകൾ കൊണ്ട് അമല് ചെയ്യുന്നത്?